ഈ അമ്പിളി ശരിക്കും പഴയ ഒരു കലാതിലകമായിരുന്നു. ഭയങ്കര ഡാൻസ് പെർഫോമൻസ് അതൊക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു പക്ക ഒരു ശാലീന സുന്ദരി. അതായത് ഡാൻസ് പഠിച്ച് ഭയങ്കരമായിട്ട് ഒതുങ്ങി അച്ഛൻ്റെ അമ്മയുടെയും മോളായിട്ട് അങ്ങനെ വളർന്നൊരു കുട്ടിയാ അല്ലേ? ശരിക്കും മോളുടെ വീട് എവിടെയാ? എൻ്റെ വീട് കൊല്ലത്ത് ചവറ കൊറ്റംകുളങ്ങര അമ്പലത്തിനടുത്താണ്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ അമ്പലവാസിയൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലെ, നമുക്ക് ചെറുതായിട്ട് ഒരു ആശേഷി എവിടെയോ വന്നു പോയതുപോലെ തോന്നുന്നു. ആശേഷി എന്ന് പറയുമ്പോൾ ആശേഷിയുടെ എവിടെയോ ഒരു കട്ടുണ്ട് അല്ലെ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് ആശേഷിയുടെ ഒരു കുഞ്ഞ് അനീതി എന്നൊക്കെ പറഞ്ഞ് എല്ലാരും വിശ്വസിക്കും. ഉറപ്പാ പറഞ്ഞിട്ടില്ലേ? ഒരുപാട് പേര്. നമുക്ക് മാത്രം പറയുന്ന അല്ല, എല്ലാരും പറയുന്നുണ്ട് അല്ലെ? ഇപ്പം അമ്പിളിയെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷെ അമ്പിളിയോട് ഒരുപാട് വിശേഷം ചോദിക്കാനുണ്ട്. പക്ഷെ ഒന്ന് ശരിക്കും നോക്കിയാ ഇല്ല, ആശിച്ചിട്ട് ഒരു നല്ലൊരു കട്ടുണ്ട് അല്ലേ? എന്നെ നോക്കണ്ട, അങ്ങോട്ട് നോക്ക്, എന്നാലല്ലേ നാട്ടുകാർക്ക് കാണാനൊക്കത്തുള്ളൂ ഇല്ലേ? ഇനി വേണമെങ്കിൽ അമ്പിളി ഒന്ന് പോസ് ചെയ്തൊക്കെ തരും, ഫോട്ടോ എടുക്കുന്ന ഞങ്ങൾക്കൊന്ന് കണ്ടാ മതി. എന്തായാലും സന്തോഷമുണ്ട് മോളെ, ഒരുപാട് വിശേഷം ചോദിക്കാം. കലാതിലകമൊക്കെ അല്ലേ, എനിക്ക് അതിനെപ്പറ്റി ഒരു വിവരമില്ല, പക്ഷെ എന്നാലും അതിന്റെ ഒരു കൗതുകവും ഒക്കെ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്ക് അവിടെ ഇരിക്കാം പിന്നെ വരുമ്പോൾ. അമ്പിളി, ഇന്ന് ഒരു പ്രശ്നം ഞാൻ പറയാം. ഇന്ന് വലിയൊരു പ്രശ്നമാണ്. ഈ അടുക്കളയിൽ വന്നാല് അമ്പിളി ഒതുങ്ങാൻ ഒക്കുകയില്ല. നമുക്കങ്ങ് ബഹളം വെച്ച് വർത്താനം പറയോടോ. ഈ കലവില വർത്താനം പറഞ്ഞില്ല പിന്നെ എന്നതാ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ചോദിക്കാനാ ഇല്ല ചേച്ചി ആന്ന് ചേച്ചി ഇങ്ങനെ ഇത് വേണ്ടോ, ഇവിടെ ഭയങ്കര ബഹളാണ് വേണ്ടേ, നമുക്ക് സംസാരിക്കാം. പിന്നെ എന്താ പിന്നെ അമ്പിളി ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഡാൻസിനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ വർത്താനം പറയുന്നത് അല്ലേ? അപ്പൊ ഈ കലാതിലകമായതും ഡാൻസ് പഠിച്ചതും എവിടെ പഠിച്ചതും എങ്ങനെ അതിലേക്ക് വന്നു അതെല്ലാം ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞോ. ഞാൻ വളരെ കുഞ്ഞിലേ പഠിക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ എൻ്റെ ചേച്ചിയാണ് ആദ്യം ഡാൻസ് പഠിച്ച് തുടങ്ങിയത്. അഞ്ജലി ദേവി എന്നാണ് പേര്. അപ്പം ചേച്ചി പഠിപ്പിക്കാനായിട്ട് മാഷ് വന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള ഒരു ശാർങ്കർ എന്ന് പറഞ്ഞ മാഷായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം എന്നെ ഞാൻ പഠിക്കാറൊന്നും ആയില്ല, എനിക്ക് 2.5 വയസ്സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയെ വന്ന് പഠിപ്പിച്ചിട്ട് പോയി. അപ്പം മാഷ് പോയി കഴിയുമ്പോൾ ചേച്ചി മറക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഒന്ന് അവിടെ പോയിരുന്ന് കണ്ട് പഠിച്ചിട്ട് അങ്ങനെ അച്ഛനും അമ്മയും എനിക്കും പഠിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ ആണ് ഡാൻസ് പഠിച്ച് തുടങ്ങിയത്. പിന്നെ നമ്മുടെ നാടറിയാമല്ലോ, അത്ര ഒരുപാട് ഡാൻസേഴ്സ് ഒന്നും ഇല്ല, ഇപ്പോൾ ഉണ്ട്, പക്ഷെ ആ സമയത്ത് അത്രയും ഗുരുക്കന്മാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ കുറേ ഓരോരുത്തരുടെ അടുത്തും മാറി പഠിച്ചു. പിന്നെ 7th പഠിക്കുമ്പോഴാണ് ഞാൻ ട്രിവാൻഡ്രത്ത് റിഗാറ്റയിൽ ഗിരിജ ടീച്ചറിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ 7th തൊട്ട് മോള് ട്രിവാൻഡ്രത്താണോ പഠിച്ചത്? അല്ല, ഞാൻ വരും, വെക്കേഷന് വരും. വെക്കേഷൻ ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതുവരെയും എവിടെ പോയാലും അച്ഛനും അമ്മയും കൂടെ ഇല്ലാണ്ട് പോവില്ല. ആദ്യമായിട്ട് ടീച്ചറിൻ്റെ അടുത്താണ് മാറി നിൽക്കുന്നത്. വെക്കേഷന് ഇപ്പം ഇവിടെ നിൽക്കും. ആഴ്ചയിൽ 2 ദിവസം മാത്രം അങ്ങ് പോവും, വീട്ടിലേക്ക് പോവും, കൊല്ലത്ത് പോവും. അപ്പം ബാക്കിയുള്ള ദിവസം ഇവിടെ നിന്ന് പഠിക്കും. അപ്പൊ ഗിരിജേച്ചി ഇവിടെ ആ ഫെസിലിറ്റീസ് ഒക്കെ തരുമായിരുന്നു? ടീച്ചറിന്റെ വീട്ടിൽ തന്നെ ശരിക്കും ടീച്ചറിന്റെ ഒരു മോളെ പോലെ. ടീച്ചർ പോകുന്നിടത്തൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടല്ലോ, പട്ടത്ത്, വഴുതക്കാട്, വഞ്ചൂർ, എല്ലായിടവും ഇങ്ങനെ ഞങ്ങളൊരു 4-5 കുട്ടികൾ ആ സമയത്ത്. എനിക്ക് തോന്നുന്നു സീരിയലിലും സിനിമയിലുമായിട്ട് ഗിരിജ ചേച്ചി കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര്, ഇഷ്ടം പോലെ. അത് കഴിഞ്ഞിട്ട് ടീച്ചർ എങ്ങനെ കലോത്സവത്തിലൊക്കെ കൊണ്ടുപോവായിരുന്നു? പിന്നെ കലോത്സവം 10th വരെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെ പോവായിരുന്നു. അപ്പം 7th കഴിഞ്ഞ് 8th തൊട്ടാണ് ടീച്ചറിൻ്റെ അടുത്തുനിന്ന്, ആ സമയത്താണല്ലോ സ്റ്റേറ്റ് കലോത്സവമൊക്കെ വരുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് നിന്നിട്ടാണ് സ്റ്റേറ്റിലെ കലാതിലകമൊക്കെ ആവുന്നത്. ശരിക്കും ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ടാണ് നമുക്ക് ബേസ് ഒക്കെ കുറച്ചുകൂടെ, അതുവരെയും ഒരു കോമ്പറ്റീഷൻ പോലെയോ ഐറ്റംസ് ഒക്കെ മാത്രമായിട്ടൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നത്. ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഓരോന്നിനും, ഇപ്പോൾ ഭരതനാട്യമായാലും കുച്ചിപ്പുടി ആയാലും മോഹിനിയാട്ടമായാലും അതിൻ്റെതായ ചുവടുകളും കാര്യം, അതെ അതെ അതെ, കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളൊരു പഠനം ടീച്ചറിന്റെ അടുത്ത് വന്നു. ശരിക്കും ആ ചിട്ടവട്ടങ്ങളൊക്കെ പഠിച്ച് ഇന്നതുപോലെ ആവണം എന്നൊക്കെ മനസ്സിലാക്കിയത് ടീച്ചറിന്റെ അടുത്ത് വന്നേ. പിന്നെ ഓക്കെ, അത് കഴിഞ്ഞ് എപ്പോഴായി കലാതിലകം കിട്ടുന്നത്? ഞാൻ 2ാം ക്ലാസ് തൊട്ട് ചവറ സബ് ജില്ലാ കലാതിലകമായിരുന്നു. പിന്നെ 4 തവണ ജില്ലയിലായിട്ടുണ്ട്. 2001 ആണ് സ്റ്റേറ്റിൽ കലാതിലകമാവുന്നത്, തൊടുപുഴയിൽ. ഓ അത് ശരി, ഓക്കെ. അപ്പൊ 1ാം ക്ലാസ് തൊട്ട് ഇങ്ങനെ ഒരുപാട് കിട്ടി, ഇതിനകത്ത് ഗ്യാപ്പ് ഇല്ലായിരുന്നു? ഇല്ല, എല്ലാ വർഷവും കലാതിലകം കിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി ഷോസ് ഒരുപാടുണ്ട് അല്ലേ? അപ്പൊ ഡാൻസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മറ്റത് കലാതിലകമായാൽ മാത്രമേ നമുക്ക് സിനിമയിലേക്ക് ചാൻസ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം ശരിക്കും ഒരുപാട് റിയാലിറ്റി ഷോയിലേക്ക് തന്നെ നമ്മള് ഫിലിമിലേക്ക് ചാൻസസ്, അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ശരിക്കും മോൾ അതിനെ നല്ലൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുവേ. മോളിപ്പോ കലാതിലകമായിട്ട് സിനിമയിൽ വന്നത് അല്ലെങ്കിൽ റിയാലിറ്റി, ആ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ ഞാൻ പണ്ട് എന്ന് വെച്ചാല് നമ്മുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കാനായി കലോത്സവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേദി എന്ന് പറയാൻ. ഇപ്പം ചാനലിൽ ഒരുപാട്
ഒരുപാടായി. അപ്പം കുട്ടികളും എനിക്ക് തോന്നുന്നു ഭയങ്കര ഇപ്പം മോഡലിങ്ങിലായാലും ഒക്കെ ഒരുപാട് കുറേ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു മൈൻഡ്. പക്ഷെ ഡാൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലാസിക്കലാണ്. പക്ഷേ റിയാലിറ്റി ഷോയിലൊക്കെ കൂടുതലും സിനിമാറ്റിക്, അതുപോലെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഇപ്പം സ്കൂൾ നടത്തുന്നുണ്ട്. പലരും വന്ന് ചോദിക്കും സിനിമാറ്റിക് ഡാൻസ് ഉണ്ടോ, കൂടുതലും ആൾക്കാർ. നമ്മൾ സിനിമാറ്റിക് ഇല്ല ക്ലാസിക്കലുള്ള, അയ്യോ നമുക്ക് സിനിമാറ്റിക് ആയിരുന്നു ഇഷ്ടം. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ചൊരു വിഷമം തോന്നും, സിനിമാറ്റിക്കൊക്കെ കളിച്ചോട്ടെ, എന്നാലും നമ്മുടെ ഒരു കല അതെ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുക. അതുപോലെ ഇപ്പം കോമ്പറ്റീഷൻ എല്ലാവരും ജസ്റ്റ് ഒരു ക്യാപ്സൂൾ പരുവത്തിൽ ഒരു വർണ്ണം പോയി പഠിച്ചിട്ട് ബേസ് എന്താ ചെയ്യുന്നത്, എന്താണ് വർണ്ണമാണോ ഒന്നും അറിയില്ല, ജസ്റ്റ് കോമ്പറ്റീഷന് വേണ്ടി മാത്രം പോയിട്ട് ഒരു A ഗ്രേഡ് കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുക, അല്ലാതെ ഡാൻസ് വേണം വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നതല്ല. ഒരുപാട് കൂടുതലും പിന്നെ വളരെ തപ്പിപ്പറക്കിയ വളരെ കുറച്ച് ഉണ്ടാവുമായിരിക്കാം. അപ്പൊ ഈ സിനിമാറ്റിക് ഡാൻസ് പഠിക്കണം പറഞ്ഞു വരുന്ന കുട്ടികളെ മുകളിൽ എടുക്കാറുണ്ട്? എനിക്ക് ഞാൻ പഠിപ്പിക്കും, ഞാൻ ചെയ്യുന്നുമില്ല, എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല, പിന്നെ ക്ലാസിക് മാത്രം. പിന്നെ മോളെ എങ്ങനെ സീരിയലിലേക്ക് വന്നേ? ചാൻസ് ടീച്ചറിന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പം ചേച്ചി, ഞങ്ങൾ 4 വയസ്സ് ഡിഫറൻസ് ഉണ്ടല്ലോ, അപ്പം ചേച്ചി 10th സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് 6th. അപ്പം ചേച്ചിയുടെ പിന്നെ കോമ്പറ്റീഷൻ സമയത്ത് വീഡിയോ കവറേജ് ചെയ്തത് ഡയറക്ടർ സതീഷ് അനന്തപുരി, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് പലരും ചേർന്നിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ അന്ന് CD അല്ല കാസറ്റാണ്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ട്രിവാൻഡ്രത്തായിരുന്നു വീട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എന്നെ ടീച്ചറിൻ്റെ അടുത്തുനിന്ന് അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കാസറ്റ് വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം കണ്ടു. അപ്പം പുള്ളിക്കാരൻ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദൂരദർശനിൽ താഴ്വാര പക്ഷികൾ എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്യുമായിരുന്നു. അപ്പോൾ 7ാം ക്ലാസ് വെക്കേഷനാണ്. അങ്ങനെ ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് അറിയില്ല ഡയറക്ടറുടെ വീടാണ്, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇതിന്റെ കോപ്പി അപ്പം അവിടെ അനൗൺസ് ചെയ്യില്ല, ഇന്ന അടുത്ത് സമീപിച്ചാൽ ഇതിന്റെ ഡാൻസിന്റെ കോപ്പി കിട്ടും ഐറ്റത്തിന്റെ. അങ്ങനെ ചേച്ചിയുടെ ഇത് വാങ്ങാൻ പോയതാണ്. അങ്ങനെ ഞാനും അച്ഛനും കൂടി നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരിക. അപ്പം പുറകെ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ, സാറും ഉണ്ട് കാറിൽ, ഞങ്ങളിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ? നമ്മൾ കുഴപ്പമില്ല, ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ നമ്പർ കൊടുത്തു. പക്ഷെ വിളിക്കുമെന്നൊന്നും വിചാരിച്ചില്ല, പിന്നെ ഇഷ്ടം പോലെ പിള്ളേർ കിടക്കുമ്പോൾ എന്നെ അങ്ങൊന്ന് വിളിക്കാൻ പോവല്ലേ, അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പക്ഷേ കുറച്ചൊരു 3-4 മാസം കഴിഞ്ഞ് കാണും, പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഇങ്ങനെ പൊന്മുടിയിൽ വെച്ചിട്ടാണ് ഷൂട്ട്, ഇത്ര ദിവസമുണ്ട് ഷൂട്ട്, കുറച്ച് ഡ്രസ്സായിട്ട് വരണം. ആദ്യം എന്നെ തന്നെ ആണോ വിളിച്ചത്, ഒരു കൺഫ്യൂഷൻ അല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ പോയി ചെയ്തു. ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ക്യാമറ ഫേസ് ചെയ്തപ്പോഴത്തേക്കും എന്നുവെച്ചാൽ ഈ മസിൽ പിടുത്തം, അങ്ങോട്ട് പോകുന്നില്ല, വരുന്നില്ല ഒന്നും. ഫസ്റ്റ് എടുത്തത് ഓടി വരണം, ഓടി വന്നിട്ട് കൂടെ ഉള്ള പയ്യൻ കുഞ്ഞാപ്പൂ എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ കൂടെ ഓടി വരണം, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര മസിൽ പിടിച്ചിട്ട് ബലം പിടിച്ചോടാൻ തുടങ്ങി. ഓക്കെ, പക്ഷേ എന്തോ ശരിയായി. പിന്നെ എന്നാലും ഇപ്പൊ കാണുമ്പോൾ രസമാണ്, ഞാൻ നടന്നു വരുന്നതൊക്കെ അന്ന് കാണുമ്പം ഇങ്ങനെ അരമണ്ഡലത്തിലൊക്കെയാണ് നടന്നു വരുന്നത്. പേടിച്ചിട്ട് എന്താ ചെയ്യണമെന്നറിയില്ല, ഡാൻസ് ഫുൾ ടൈം ഡാൻസ് ആണല്ലോ. അപ്പം രാത്രി അമ്മയൊക്കെ പറയുന്നത് കേൾക്കാം, രാത്രി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം മനസ്സിൽ ഫുള്ള് ഡാൻസ് ആണ് കിടക്കുന്നത്. അപ്പം നടന്നു വരുന്ന ഷോട്ടിൽ TV-യിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ മാത്രം ഇങ്ങനെ അരമണ്ഡലം വെച്ചിട്ട്, ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കട്ടെ. ഇല്ല, ഇനി അത് കാണാൻ പിന്നെ നിൽക്കുമ്പോഴും ഒക്കെ നമ്മൾ ഡാൻസിന് കോൺഷ്യസ് ആണ് കുറച്ച്, അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ പിന്നെ കണ്ടിട്ടാണ് ഞാൻ തന്നെ, അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ പിന്നെ ഞാൻ തന്നെ കുറെയൊക്കെ നമ്മുടെ തെറ്റുകൾ തിരുത്തി അല്ലേ, കുറെയൊക്കെ.